ഈ കറൻ്റ് നമ്മൾ ക്ലിനിക്കിൽ വന്നൊരു കേസായിരുന്നു. ബിഗ് ബോസിനകത്ത് നമുക്ക് ലെസ്ബിയൻ കപ്പിൾസ് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് അതിന് ഓപ്പോസിറ്റ് നിന്ന് ലക്ഷ്മി പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ ഞാൻ ഇവരെ കേട്ടില്ല, അല്ലെങ്കിൽ ഞാനത് അക്സെപ്റ്റ് ചെയ്തില്ല. എൻ്റെ കുട്ടി അന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ കണ്ട കാര്യം ലക്ഷ്മിനെ എതിർത്ത് പറഞ്ഞ ആൾക്കാർ. പേഴ്സണലി ഞാനും ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ലക്ഷ്മി, അത് ഓരോരുത്തരുടെ ജെൻഡറിൻ്റെ റിലേറ്റഡ് കാര്യങ്ങളല്ലേ എന്നുള്ളത്. പക്ഷേ ഈ അടുത്ത് എൻ്റെ ക്ലിനിക്കിൽ വന്നൊരു കേസായിരുന്നു. 2 കുട്ടികൾ, അവിടുത്തെ ഒരു സ്കൂളിൽ പഠിക്കുന്ന 2 കുട്ടികളുടെ കൗൺസിലിംഗ് സെഷൻസ് ആയിരുന്നു വന്നിരുന്നത്. റീസൺ പറഞ്ഞത് അവർ ഈ ബിഗ് ബോസ് കണ്ടിട്ട് ആദില നൂർ അല്ലെങ്കിൽ ആ 2 കണ്ടസ്റ്റൻസിൻ്റെ കാര്യം കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയതാണ്. എങ്കിൽ സെക്ഷുവാലിറ്റിയിൽ അവരങ്ങനെയല്ല. സ്റ്റിൽ അവരിത് കണ്ട് അവരുടെ ആ ഒരു സോഷ്യൽ മീഡിയ ലൈഫ് കണ്ട് ആ ഒരു ഫാൻറ്റസി കണ്ടിട്ട് ഞങ്ങൾക്കും ഇങ്ങനെ ആകണം എന്ന് പറഞ്ഞു. പക്ഷേ അതിലൊരു കുട്ടി കുറച്ച് ട്രോമയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. കാരണം ആൾക്ക് ഇതിൽ നിന്ന് ബ്രേക്ക് ചെയ്ത്, റിലേഷൻഷിപ്പിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് വരണം എന്നുള്ളത്. പക്ഷേ അന്ന് എനിക്ക് തോന്നിയൊരു കാര്യം, ലക്ഷ്മി പറഞ്ഞ ഒരു പോയിന്റിന് അത് കറക്റ്റാണ്. കാരണം കുട്ടികൾ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട്. നമ്മളത് പബ്ലിക്കലി വന്ന് ആൾക്കാർ പറയുന്നില്ലെന്നുള്ളൂ. അന്ന് ഞാൻ കണ്ട പേരൻസ് അവർ അതിനകത്ത് ഒരു മാനസികാവസ്ഥ വല്ലാത്തൊരു മാനസികാവസ്ഥയായിരുന്നു. കാരണം അവർക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല, ആ കുട്ടിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. അവരാകെ കണ്ടിരിക്കുന്ന സാധനം ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ യൂട്യൂബിൽ കണ്ട സോഷ്യൽ നെറ്റ്, ആ ഒരു ഫാൻറ്റസി, ആ സാധനമാണ് അവർക്ക് വേണ്ടത്. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സീരിയസ് കോൺസിക്വൻസ്. അത് കാരണം കുട്ടിയുടെ 10ാം ക്ലാസ്സിൽ നടക്കേണ്ട ബോർഡ് എക്സാമിൽ നിന്ന് പോലും സ്കൂളിൽ നിന്ന് മാറ്റേണ്ടി വന്നു. ആ കുട്ടി ഒരു 1 ഇയർ ബാക്കിലേക്ക് മാറിയിരിക്കുകയാണ്. മറ്റേ കുട്ടിയുടെ ഭീഷണി എന്ന് പറഞ്ഞാൽ ഈ കുട്ടി കൂടെ നിന്നില്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യും എന്നൊരു സാധനം. അപ്പം മറ്റേ കുട്ടി ഓൾറെഡി പാനിക്കാണ്. അപ്പം സെക്ഷുവാലിറ്റി അങ്ങനെ അല്ലെങ്കിൽ പോലും ഇത് കണ്ടിട്ട് ഇൻഫ്ലുവൻസ് ആവുന്ന കുട്ടികളുണ്ട്. ഇല്ലെന്ന് നമുക്ക് കംപ്ലീറ്റ്ലി പറയാൻ ഒരിക്കലും പറ്റില്ല. അങ്ങനത്തെ ഒരു കേസല്ല, ഒരുപാട് കേസസ് അവിടെ വരുന്നുണ്ട്. ഇപ്പോൾ കുട്ടികൾ രണ്ടും റിക്കവറാണ്, അവർ ഓക്കെയാണ്, എല്ലാം ശരിയാണ്. പക്ഷേ ഒരു മൊമെൻറ്റ് കുറച്ച് നാളത്തേക്ക് നമുക്കെല്ലാം അതൊരു മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് നമ്മളൊക്കെ പറഞ്ഞൊരു കാര്യമായിരുന്നു, ഇത് ഒരു പക്ഷേ അതിൻ്റെ എഫക്റ്റ് വന്നിട്ടായിരിക്കും നമ്മളൊക്കെ കണ്ണ് തുറക്കുക എന്നുള്ളത്. അതിൻ്റെ ഏതാനും ചില എന്താ പറയുക, അതിൻ്റെ അടയാളങ്ങൾ സംഭവിച്ച ചില മാറ്റങ്ങൾ ഇത്തരത്തിൽ ചില പ്രതികരണങ്ങളിലൂടെ പുറത്തു വരുമ്പോഴേ ഇപ്പോൾ വരുന്ന നാളുടെ എത്രയോ കാലമായിട്ടുണ്ടാവും. നമ്മൾ വിചാരം അന്നും സമൂഹത്തിൽ ഇത് എഫക്റ്റ് ചെയ്തിട്ടില്ല, ഒരു കുട്ടികളും ഇൻഫ്ലുവൻസ് ആയിട്ടില്ല എന്നുള്ളായിരുന്നു. പക്ഷെ ഒരാളൊരു കൗൺസിലർ ഒരു എന്താ പറയുക, അവരുടേതായിട്ടുള്ള ഫൈൻഡിങ് തുറന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കേസ് വരെ മനസ്സിലാവുന്നത്. ഇങ്ങനെ എത്രയോ കൗൺസിലേഴ്സ് തുറന്ന് പറയാത്തതുണ്ടാവും, എത്ര കൗൺസിലേഴ്സ് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാത്തതുണ്ടാവും. ഇതിങ്ങനെ ഇൻഫ്ലുവൻസ് ആണ്, അതുകൊണ്ടാണ് ഇവർക്ക് ലെസ്ബിയനിസം ഇവരുടെ ഉള്ളിൽ വരുന്നത് എന്നുള്ള ഫീലിംഗ് മനസ്സിലാക്കാത്ത കൗൺസിലേഴ്സ് ഉണ്ടാവും. അങ്ങനെ കൗൺസിലറുടെ അടുത്തേക്ക് പോവാത്ത ആളുകളുണ്ടാവും. ഇത്തരത്തിൽ ഇപ്പോഴും അത് ഫാമിലിയോ മറ്റൊന്നും അറിയാതെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആളുകളുണ്ടാവും. ഇങ്ങനെ അനേകം എഫക്റ്റുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഇപ്പം ഇവരുടെ ഈ സംസാരത്തിൻ്റെ കീഴിൽ തന്നെ വന്നിട്ടുള്ള കമൻറ്റുകളൊക്കെ കണ്ടാൽ ഇവരൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഇത് പറഞ്ഞത്, അല്ലെങ്കിൽ ഇങ്ങനെ പറയാൻ പാടില്ല, നിങ്ങൾക്ക് അറിവില്ലാത്തതുകൊണ്ടാണ്, വിവരമില്ലാത്തതുകൊണ്ടാണ്, അതുപോലെ തന്നെ ഒരു ബുള്ളിങ് ടൈപ്പ്. അപ്പോൾ അതാണ് സമൂഹത്തിൻ്റെ അവസ്ഥ എന്നുള്ളത് കൊണ്ടും, പിന്നെ അല്ലാതെ ലീഗലി തന്നെയുള്ള കുറേ റെസ്ട്രിക്ഷൻസ് കൊണ്ടും ഇങ്ങനെയുള്ള കേസസ് ഉണ്ടെങ്കിൽ തന്നെ എന്തെയില്ല പറയില്ല. ഇവരിത് പറഞ്ഞതുകൊണ്ട് ഇവർ തന്നെ പറഞ്ഞു, ഒരു കേസല്ല, ഇതുപോലുള്ള ഒരുപാട് കേസുകൾ ഇവർക്ക് തന്നെ അറിയാമെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള അനേകം കൗൺസിലേഴ്സ് പറയാത്തതായിട്ട് ഒരുപാട് കേസസ് ഉണ്ടാവും. ഇവിടെയാണ് നമ്മൾ അന്നേ പറഞ്ഞൊരു കാര്യം, ഇതുപോലെയുള്ള റിയാലിറ്റി ഷോകളിലോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ ഇത്തരം കാര്യത്തെ ഗ്ലോറിഫൈ ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ അത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന കുട്ടികളെ തന്നെയാണ് എന്ന് നമ്മൾ അന്ന് പറഞ്ഞു, ഇന്നും പറയുന്നു. അതിൻ്റെ ഒരു കുറച്ച് അടയാളങ്ങൾ മാത്രമാണ് ഇത്. അന്ന് പുറത്തു വന്നൊരു ചെറിയൊരു കുട്ടിയുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, 4 വയസ്സ് 5 വയസ്സായ കുട്ടിയുടെ വീഡിയോ. ആ കുട്ടി അമ്മയുടെ അടുത്ത് പറയാണ്, അമ്മ ഞാൻ ടി വിയിൽ കണ്ടു ഗേളും കല്യാണം കഴിക്കുന്നത്, അപ്പോൾ ഗേളും ബോയും അല്ലേ കല്യാണം കഴിക്കണമെന്ന് ചോദിക്കുകയാണ്. അപ്പം അമ്മ പറയണം, അല്ല ഗേളിനും അല്ലെങ്കിൽ ബോയ്ക്കും കല്യാണം കഴിക്കാമെന്ന് പറയാണ്. അപ്പോൾ ആ ബോയ് പറയണം, അല്ലെ ആൺകുട്ടി പറയണം, അങ്ങനെയാണെങ്കിൽ ഞാൻ വലുതാവുമ്പോൾ ബോയിനെ കല്യാണം കഴിച്ചോട്ടെ. 4ാമത്തെ വയസ്സിൽ 5ാമത്തെ വയസ്സിൽ കൂടി ഡിസൈഡ് ചെയ്യുന്നു ഞാൻ ആൺകുട്ടിയെ ഫ്യൂച്ചറിൽ കല്യാണം കഴിക്കും എന്നുള്ളത്. അപ്പോൾ ആ അമ്മ 5 വയസ്സിൽ ആ കുട്ടിയുടെ ഡിസിഷനെ ഭയങ്കരമായിട്ട് ബഹുമാനിച്ചുകൊണ്ട് പറയുന്നു, നീ അങ്ങനെ കല്യാണം കഴിച്ചു ഞാൻ അനുവദിക്കാമെന്ന് പറയുന്നു. ഈ 5 വയസ്സുള്ള കുട്ടിയുടെ മനസ്സിൽ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു ബോയിനെ ആയിക്കോട്ടെ, ഈവൻ അവന് പ്യൂബർട്ടി പോലും ആയിട്ടില്ല, സെക്ഷൽ ഇമോഷൻസോ സെക്കൻഡറി സെക്ഷൽ ചേഞ്ചസോ ക്യാരക്ടറിസ്റ്റിക്സോ ഒന്നും ഡെവലപ്പ് ചെയ്തിട്ടില്ല. ആ സമയത്ത് ആ കുട്ടിയുടെ മനസ്സിൽ അങ്ങനെ തോട്ട് ഉണ്ടാവുന്നെങ്കിൽ ഇതിനല്ലാതെ വേറെ എന്തിനാ നമ്മൾ ഇൻഫ്ലുവൻസ് എന്ന് വിളിക്കുക? പിന്നെ എന്താ ഇൻഫ്ലുവൻസ്? ചില ആൾക്കാർ വിചാരം ഇതിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാവില്ല, ബാക്കി എല്ലാത്തിലും ഇൻഫ്ലുവൻസ് ഉണ്ടാവും. ഡ്രഗ്സ് കൊണ്ടുവന്ന ഇൻഫ്ലുവൻസ്ഡ് ആവും, വയലൻസ് കൊണ്ടുവന്ന ഇൻഫ്ലുവൻസ്ഡ് ആവും, ബാഡ് വേർഡ്സ് തെറി പറഞ്ഞ ഇൻഫ്ലുവൻസ്ഡ് ആവും. സെക്ഷുവാലിറ്റിന്റെ വിഷയത്തിൽ ഇൻഫ്ലുവൻസ് പാടില്ലല്ലോ, ഇൻഫ്ലുവൻസ്ഡ് ആവാൻ പാടില്ലല്ലോ. അപ്പം അങ്ങനെ ഒരു മറ വെക്കും, ആ വിഷയത്തിൽ ഇൻഫ്ലുവൻസ്ഡ് ആവാതെ എല്ലാവരും അങ്ങനെ ആ മറക്ക് മുന്നിൽ നിൽക്കും. നമ്മൾ ഏത് ബിഹേവിയറും പലതരത്തിലുള്ള ഇൻഫ്ലുവൻസുകളിലൂടെയാണ് നമ്മൾ രൂപപ്പെടുത്തുന്നത്, നമ്മുടെ എന്ത് ബിഹേവിയർ ആണെങ്കിലും. അപ്പോൾ സെക്ഷുവാലിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ബിഹേവിയറുകളും തോട്ടുകളും അതേപോലെ തന്നെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ചെറിയ കുട്ടിക്ക്, ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത് കുട്ടികളെ മാത്രം ബാധിക്കുന്ന വിഷയമായതുകൊണ്ടല്ല, മറിച്ച് കുട്ടികൾ പ്രത്യേകം പറയാൻ കാരണം എന്താ, അവരുടെ ഡിസിഷൻ മേക്കിങ്ങും അവരുടെ തോട്ട് പ്രോസസ്സും ഒക്കെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. നമ്മൾ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയും. അവിടെ നിന്നാണ് ഇതൊക്കെ നമ്മൾ എങ്ങനെ ഡിസിഷൻ എടുക്കണം, നമ്മുടെ ബിഹേവിയർ എന്താവണം, ഇതൊക്കെ ഇങ്ങനെ അത് ചെറിയ കുട്ടികൾക്ക് ആ ഭാഗം വളരെ ഡെവലപ്ഡ് ആയിരിക്കും. അത് പതിയെ ഡെവലപ്പായി വരുന്ന കാലമാണ് ഈ കുട്ടിക്കാലം എന്ന് പറയുന്നത്. അഡോളസൻസ് ഒക്കെ കഴിയുമ്പോഴേക്ക് അത് പരമാവധി ഡെവലപ്പാകും. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെയുള്ള ഇൻപുട്സ് കിട്ടിയാൽ, അതായത്
എങ്ങനെയാണ് എൻ്റെ ഒരു ലൈഫ് പാർട്ട്ണർ അല്ലെങ്കിൽ പിന്നെ പ്രണയബന്ധം എന്നുള്ളിടത്തൊക്കെ പൊതുവിൽ നാച്ചുറലി കുട്ടികൾക്ക് ഉണ്ടാവുക ആണിന് പെണ്ണിനോട് പെണ്ണിന് ആണിനോട് എന്നുള്ളതായിരിക്കും. കാരണം അവർ ചെറുപ്പം തൊട്ടേ കാണുന്നതും അങ്ങനെയാണ്, അമ്മ അച്ഛൻ അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പ് എല്ലാ നിലക്കും അങ്ങനെയാണ്. റിപ്രൊഡക്റ്റീവ് അതാണ് അതിന് വേണ്ടിയിട്ടുള്ളതാണ്. മനുഷ്യന്റെ ശരീരം അങ്ങനെയാണുള്ളത്, പിന്നെ എവല്യൂഷൻ അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. എല്ലാം കൊണ്ടും പിന്നെ സമൂഹത്തിൽ കാണണോ അതാണ്. അതുകൊണ്ട് നോർമലി അവിടേക്കാണ് പോവുക. അവിടേക്കാണ് അങ്ങനെയാണ് പൊതുവെ വളർന്നു വരേണ്ടത് കുട്ടികൾ. അവിടേക്കാണ് പെട്ടെന്ന് എന്ത് ചെയ്യുന്നത്, ഗ്ലോറിഫൈ ചെയ്യപ്പെട്ട രൂപത്തിൽ അതല്ലാത്ത ഒന്ന് വരുന്നത്. ഓക്കെ, അപ്പോൾ ആണ് പെണ്ണാണ് ഇണകളാവേണ്ടത് അല്ലെങ്കിൽ കല്യാണം കഴിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുന്ന കുട്ടിക്ക് മുമ്പിൽ പെട്ടെന്ന് ഗ്ലോറിഫൈ ചെയ്യപ്പെട്ട രൂപത്തിൽ പെണ്ണും ആണും എന്ന് പറയുന്ന സാധനം വരുന്നു. അപ്പോൾ കുട്ടിയുടെ മനസ്സിലത് ഗ്ലോറിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ അതിനെ എൻഹാൻസ് ചെയ്യാന്ന് അതിൻ്റെ അർത്ഥം. നമ്മുടെ ബ്രെയിനിൽ അത്തരം ഒരു പാത്ത് വേക്ക് വേണ്ടി എൻഹാൻസ്മെൻറ്റ് നടക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, അതിലേക്ക് പോകാനുള്ള സാധ്യത എന്ന് വെച്ചാൽ ബിഗ് ബോസ് കാണുന്ന എല്ലാവരും അല്ലെങ്കിൽ ഇത് കാണുന്ന എല്ലാവരും ലെസ്ബിയൻസ് ആവും ഗേ ആവും എന്നല്ല ഞാൻ പറയുന്നത്, മറിച്ച് അതിനുള്ള സാധ്യതയുണ്ട്. അത് വളരെ ചെറുതല്ല. കാരണം കുട്ടികളത് ആ നിലക്ക് അത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, എല്ലാ കുട്ടികളും അത് ആ നിലക്ക് എടുക്കും നമുക്കറിയില്ല, പക്ഷെ ആ നിലക്ക് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും നമ്മൾ അന്നേ പറഞ്ഞു. അത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ വരുന്നത്. ഞാൻ പറയുന്നു, ദിസ് ഈസ് ജസ്റ്റ് ടിപ്പ് ഓഫ് എൻ ഐസ്ബർഗ്. ഇത് ജസ്റ്റ് ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ്. ഇതിൻ്റെ വലിയ പ്രശ്നം നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് ഞാൻ പറയുമ്പോൾ എപ്പോഴും എന്തിനും എതിർക്കുക എന്നുള്ളതിനപ്പുറത്ത് ഇതൊരു റിയാലിറ്റിയാണെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ എല്ലാവരും ട്രൈ ചെയ്യണമെന്ന്. കാരണം അതിനുള്ള തെളിവുകൾ നമുക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരുപാട് വന്നു കഴിഞ്ഞു. ഇപ്പോൾ ഇത് ഉദാഹരണമാണ്, മുമ്പ് വന്ന ഒരു ചെറിയ കുട്ടിയുടെ വീഡിയോ ഉദാഹരണമാണ്, യൂറോപ്പിലെ സ്റ്റാറ്റിസ്റ്റിക്സ് അതിന് ഉദാഹരണമാണ്. ഇപ്പോൾ ഈ വിഷയത്തിൽ സെക്ഷുവാലിറ്റിൻ്റെ വിഷയത്തിൽ മാത്രമല്ല, ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ വിഷയത്തിൽ പോലും ഈ LGBTQ സ്പെക്ട്രത്തിൻ്റെ ഫുൾ ആ വിഷയത്തിൽ നമുക്ക് ഓരോ വർഷമുള്ള ഗ്രോത്ത്, ഇപ്പോൾ ഏതൊരു വർഷം UK ഗ്രോത്ത് പറഞ്ഞാൽ 4000%. 4000% 400 ഇരട്ടിയാണ് ഒരു ഇയറിലെ ഗ്രോത്ത്. അത്രത്തോളം ഗ്രോത്ത് ഈ വിഷയത്തിൽ ഉണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ട് ഉണ്ടാകുന്നത്? അതേപോലെ തന്നെ ഡോക്ടർ ലിസ ലിറ്റ്മാൻ എന്ന് പറയുന്ന ഒരാൾ ട്രാൻസ്ജെൻഡർ വിഷയത്തിൽ നിന്ന് വേറൊരു കാര്യം മുന്നോട്ട് വെച്ചാൽ, ബാക്കിയുള്ള ആളുകളെ കണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് എന്ത് ചെയ്യുക, ഇത്തരം ട്രാൻസ്ജെൻഡർ ആണെന്ന് പറയുന്നത് റാപ്പിഡ് ഓൺസെറ്റ് ജെൻഡർ ഡിസ്ഫോറിയ ROGD. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് സ്റ്റഡീസ് ആയിട്ട് വരുന്നു. ഈവൻ സ്റ്റഡീസ് മുന്നേ ഹിസ്റ്ററിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗേകൾ മാത്രമേ ഈ സ്പെക്ട്രത്തിൽ പുറത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അമേരിക്കൻ മാൻ ബൈ ലോവേഴ്സ് അസോസിയേഷൻ, അതേപോലെ തന്നെ നോർത്ത് അമേരിക്കൻ മാൻ ബോയ് ലോവേഴ്സ് അസോസിയേഷൻ, ആംബ്ല, ഇതൊക്കെയാണ് LGBTQൻ്റെ ഹിസ്റ്ററിയിൽ തുടക്കത്തിലുള്ള ഓർഗനൈസേഷൻസ് കാണാൻ പറ്റുക. ആണുങ്ങളെയും കുട്ടികളെയും, മാൻ ബോയ്, പെഡോഫൈൽസും ഗേകളും ആയിട്ടുള്ള ആളുകൾ. ഇതല്ലാത്ത വേറൊരു കാര്യത്തിനും ഹിസ്റ്ററിയിൽ മൂവ്മെൻ്റ് ആയിട്ടോ ഡിമാൻഡ് ആയിട്ടോ റൈസ് ചെയ്ത് ഒന്നും കാണാൻ പറ്റില്ല. ലെസ്ബിയൻസിൻ്റെ തീരല്ലേ. അപ്പോൾ അന്ന് ഇത് നാച്ചുറലാണ്, നോർമലാണെങ്കിൽ അന്ന് ഒരാൾ പോലും ഒരു ലെസ്ബിയൻ കേസ് പോലും കാണാതിരിക്കുക. അതേപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സ് പോലും, ഈവൻ ഞാൻ പെണ്ണാണെന്ന് പറയുന്ന ആൺ ശരീരം കൊണ്ട് നടക്കുന്ന ആളുകളോ, ഞാൻ ആണാണെന്ന് പറയുന്ന പെൺ ശരീരം കൊണ്ട് നടക്കുന്ന ആളുകളോ തീരല്ലാതിരിക്കേ, 0 ആയിരിക്കേ. അതിനുശേഷമാണ് ഈവൻ ജെൻഡർ ഡിസ്ഫോറിയൻ്റെ വിഷയങ്ങൾ പോലും നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അതായത് ഈ ഒരു പ്രൊട്ടസ്റ്റിൻ്റെ ഈ ഒരു ഒഴുക്കിൻ്റെ ഉള്ളിലേക്ക് ഇവർ പ്രൊപ്പഗണ്ടകളിലൂടെയും സോഷ്യൽ എഞ്ചിനീയറിങ്ങിലൂടെയും മറ്റു പലരെയും ചേർത്തതായിട്ടാണ് നമുക്ക് അത്തരത്തിൽ വായിക്കും മനസ്സിലാക്കാൻ പറ്റുക. സിംപിളി ഹിസ്റ്ററിയിലൊന്നും ഇതിൻ്റെ അളവ്, ഒന്നുകിൽ ഇതിൻ്റെ അളവ് വളരെ കുറവാണ്, ചില ആളുകൾ നമുക്ക് കാണാനേ കഴിയില്ല എന്നുള്ളതാണ്. അത് പിന്നെ എങ്ങനെ ഇത്രത്തോളം പ്രപ്പോഷൻ എത്തുന്ന രീതിയിലേക്ക് വളർന്നു വലുതായി എന്നുള്ളതാണ്. സിംപിളി സോഷ്യൽ എഞ്ചിനീയറിങ് അല്ലെങ്കിൽ ആ തരത്തിലുള്ള പ്രൊപ്പഗണ്ടകൾ അത് തന്നെയാണ് അതിന് വലിയ വർക്കാകുന്നതാണ്. അപ്പോൾ അതിനെപ്പറ്റി മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് നമ്മളിത് പറയുന്നത് വെറും ഒരുപാട് ഇത്തരത്തിലുള്ള യൂറോപ്പിലുള്ള അവസ്ഥകൾ, അതേപോലെ തന്നെ ഇതിൻ്റെ ചരിത്രം, ഇതൊക്കെ പരമാവധി അറിയാൻ ശ്രമിച്ചതിന് ശേഷമാണ് നമ്മളിത് പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് ഇതിനോട് വിയോജിപ്പുണ്ടെങ്കിൽ പോലും ജസ്റ്റ് നിങ്ങളങ്ങനെ പറയുള്ളൂ എന്ന് പറഞ്ഞ് മാറ്റാതെ അറ്റ്ലീസ്റ്റ് ഈ വിഷയങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും, യൂറോപ്പിൽ എന്ത് സംഭവിച്ചു, അത് ആംബ്ലിയും അതുപോലെ തന്നെ ആംബ്ലിയോ അവരുടെയൊക്കെ വാദം എന്താണ്, അല്ലെങ്കിൽ ഈവൻ ഈ ഗേ റൈറ്റ് മൂവ്മെൻറ്റുകളുടെ തന്നെ തുടക്കക്കാരായ അതിൻ്റെ മുന്നിൽ നിന്ന് ആളുകൾ എത്രത്തോളമാണ് പീഡോഫീലിയയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് ചരിത്രമുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. മാത്രമല്ല ഇത് എത്രത്തോളം ഇൻഫ്ലുവൻസ് ആവുന്നു എന്നുള്ളത്, നേരത്തെ പറഞ്ഞതുപോലെ 4000% ഇൻക്രീസ് ഉണ്ടാവുക എന്നുള്ളത് സൊസൈറ്റിയിൽ നോർമലാണെന്ന് ശരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ചില ആൾക്കാർക്ക് പറയാം അത് കം ഔട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ്. അങ്ങനെ ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ഈ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ളത് വലിയ രൂപത്തിൽ നമുക്ക് എവിഡൻ്റായി നിൽക്കുന്ന കാര്യമാണ്. അതിൻ്റെ തെളിവുകൾ നമ്മുടെ സൊസൈറ്റിയിൽ കണ്ടുവരുന്നു. ഇങ്ങനെയുള്ള ആളുകൾ ഇപ്പോൾ തുറന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോഴെങ്കിലും ഒന്ന് കണ്ണ് തുറക്കാൻ, കാര്യങ്ങളെ കൃത്യമായി വിശകലനം ചെയ്യാൻ നമ്മൾ തയ്യാറാവണം എന്നുള്ളത് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. ഇല്ലെങ്കിൽ വീണ്ടും ഇത് പറയുന്ന ആൾക്കാരെ തെറി പറയുക അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ പിന്നെ എന്താ ചാപ്പയടിച്ച് മാറ്റുക ചെയ്യുന്നത് കൊണ്ട് കാര്യമില്ല. നമ്മുടെ സൊസൈറ്റിയെ ബാധിക്കുന്ന ഒരു വിഷയമാണ് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക. കൂടുതൽ വിഷയങ്ങൾ നമുക്ക് വഴിയെ സംസാരിക്കാം.